ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊരു സാധനം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഇന്ന് ചാലിശ്ശേരി പൂരത്തിന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു പൂരമാണ് നമ്മുടെ ചാലിശ്ശേരി പൂരം എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 50 ആനകളുടെ അടുത്ത് ഇന്ന് ഇവിടെ വരും കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് പോവല്ലേ. വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയുള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നമ്മൾ ഒരുപാട് പൂരം നേരത്തെ ട്രാവലോഗ്സ് പോലത്തെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. നമുക്ക് എന്തായാലും പോവാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ നമ്മുടെ ചാലിശ്ശേരി ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. ഇനി എന്തായാലും ഇപ്പോൾ തന്നെ ക്രൗഡൊക്കെ ചെറുതായിട്ടും ആയി വരുന്നുണ്ട്. രാവിലെ 2-3 ആനകളൊക്കെ വന്നിട്ട് ഇവിടെ സെൻറ്ററിൽ നിൽക്കാറുണ്ട്. ലൈക്ക് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ അത് അവിടുന്ന് ഒരു ആന വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ് അവിടുന്ന് ഒരു ആന വരുന്നത് കണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇറക്കാനാന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടുന്ന് ഒരു ആന വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കി നോക്കാം. ഇവിടുത്തെ ഈ ഒരു പൂരത്തിൻ്റെ ചാലിശ്ശേരി പൂരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. ലൈക്ക് ഇവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പൂരമാണ് ചാലിശ്ശേരി പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും ഇവിടുത്തെ ഈ വരുന്ന ആനകളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരുപാട് ആനകൾ എല്ലാ പ്രാവശ്യം വരും. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള എല്ലാ ആനകളും ഇവിടെ വരാറുണ്ട്. ഇത് ഈ ആനപ്പോൾ വരുന്നത് ഞാൻ കണ്ടാട്ടോ. വീഡിയോ കാഷ്വലായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടാണ്. ഏതാ ആന എന്നൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ അറിയുന്നവർ. സോ എന്തായാലും ഇനി ഇങ്ങനെ ഓരോ ആനകളും മറ്റും വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും കുറച്ച് നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ ഇറങ്ങുന്നുണ്ട്, അത് നോക്കി നോക്കാം. അങ്ങനെ അവിടുന്ന് വന്നപ്പോൾ അതാ ഇവിടുന്ന് ഒരു ആന വരുന്നത് കണ്ടിട്ടാ. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ലോറിമൊക്കെ നോക്കിയപ്പോൾ മംഗലാംകുന്ന് കർണൻ എന്നാണ് കണ്ടത്. ഇത് മുകുന്ദൻ ശരണയ്യപ്പൻ ഓർത്തുണ്ട്. ഏത് ആനെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എന്തായാലും ഇനി ഓരോ ആനകൾ ഇങ്ങനെ വരുന്നുണ്ടാവും. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓരോ ടീമുകളായിട്ട് ഇനി ഇവിടേക്ക് വരും. ഓക്കെ, ഇതേ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കൂട്ടൻ എന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ ആന ഇപ്പോൾ ഇവിടെ ഇറക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അറിയില്ല, നമുക്ക് ഇറക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ഈ ഒരു മരണക്കിണർ. അതേപോലെ മറ്റേ ലൈക്ക് ഇതേപോലത്തെ വേറെ കുറേ ആക്ടിവിറ്റീസ്. പിന്നെ നമ്മുടെ ഇതെന്തപ്പോൾ ഇതിന് പറയുക, മറ്റേ ഒരു തോണി പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും അങ്ങനത്തെ ഒക്കെ ഒരുപാട് പരിപാടികളുണ്ട്. അങ്ങനത്തെ ഒക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 5 മണി ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഉച്ചയാകുമ്പോഴത്തേനും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ട പാട് കാണുക വെച്ചാൽ വരാം. നാളെ വന്നിട്ട് ഒരു കാര്യമില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ പരിപാടി. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് കണ്ടത് നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെ ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഒരു ടീം വന്നിട്ടുണ്ട്. എന്തായാലും ഈ ആന ഇവിടുന്ന് ഇറങ്ങണത് കണ്ടിട്ടതിന് ശേഷം നമുക്ക് പോവാം. ഓക്കെ, ഈ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ്റെ ലോറി ഭയങ്കര രസമാണ്. ഫ്രണ്ട് നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യും നമ്മൾ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും. ദേ ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓ ആദിത്യ, എന്തൊക്കെണ്ടാ? സുഖല്ലേ? എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ആദിത്യൻ. നിങ്ങളുടെ ടീമിൽ ഇന്ന് ഇവിടെ ഏതാ ടീമിൻ്റെ പേരെന്താ? കാളി. ഓക്കെ, കാളിയൻ ടീമിൻ്റെ ഏതാ ആന? കൊളക്കാടൻ ഗണപതി. എന്താ ഇപ്പോൾ വരുമോ രാവിലെ ഇങ്ങോട്ട്? ഇങ്ങോട്ട് വരുമോ? നമ്മുടെ സെൻറ്റർക്ക് വരുമോ? ഇങ്ങോട്ട് വരും, രാവിലെ വരും അല്ലേ?
എല്ലാ ആനകളും രാവിലെ ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ അതാ ചോദിച്ചത്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിട്ട് പഠിക്കണേ, ഞങ്ങൾ എന്തായാലും ഒരേ സെയിം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ ഉള്ള കാരണം സുഖം, നമുക്ക് എന്ത് ആനയുടെ എല്ലാ ടീമിനെ എന്ത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ വിളിച്ചാൽ മതി. പക്ഷെ അവിടെ ആ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് അവിടെ ആനകൾ കാണാതായപ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഇവിടെ ഒരുപാട് ആനകൾ കിട്ടാം. ആനകൾ ലൈക്ക് കുളിപ്പിക്കുന്നുണ്ട്, അങ്ങനെ 2-3 ആനകളുണ്ട്. സോ എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്പോട്ടിൽ തന്നെ ആയിരുന്നു കൂടുതൽ ടൈം. കാരണം ഒരുവിധം എല്ലാ ആനകളും ഈ ഒരു ഭാഗത്തേക്കാണ് നിർത്താനും അതായത് കുളിപ്പിക്കാനും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുവരാറ്. സോ എന്തായാലും നമുക്കാണ്ട് കയറി വെക്കാം. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അതാ നമ്മുടെ ചെറുപ്പളശ്ശേരി മണികണ്ഠൻ കേട്ടോ ഇവിടെ കുളിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു ആന ഉണ്ട്. ആ ടൈമിലാണ് നമ്മുടെ കേശവൻ അവിടെ ഇറങ്ങി പോകുന്നത്. കേശവൻ അതേ ആ റോട്ടിൽ കൂടെ എങ്ങനെ പോകുന്നു, അവിടെ ഇറക്കാമെന്ന് അറിയില്ല. നമുക്ക് ഇവിടുന്ന് ഇത് കണ്ടതിന് ശേഷം നമുക്ക് കണ്ട് പോയോ കേട്ടോ. ഇറക്കുകയാണെങ്കിൽ കാണും. അപ്പോൾ അവിടെ നിർത്തുന്നുണ്ട്, അവിടെ മിക്കവാറും അവിടെ ഇറക്കാനാണ് സാധ്യത. അവിടുന്ന് അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ ഇവിടെ ഒരുപാട് ആനകൾ ഇറങ്ങുന്നതാണ്. അതായത് ഒരു ആന അങ്ങോട്ട് പോകുന്നുണ്ട്, അത് നമ്മുടെ ചെർപ്പളശ്ശേരി അനന്തപത്മനാഭനാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കി നോക്കാം. ഇവിടെ വേറെ ആന വന്നിരിക്കണം കേട്ടോ. പിന്നെ നേരത്തെ നമ്മുടെ കേശവൻ ഇവിടെ ഇറക്കില്ലാന്ന് തോന്നുന്നു, പോയിട്ടുണ്ടാവണം, ഇവിടെ കാണാനില്ല. എന്തായാലും നമുക്ക് ഈ ആന ഇറങ്ങുന്നത് കണ്ടതിന് ശേഷം പോകാട്ടോ. ഇത് നമ്മുടെ മനുസ്വാമി മഠം വിനായകനാണ് കേട്ടോ. ഓക്കെ, പേര് പറയാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്തായാലും ഈ ആന ഇറങ്ങുന്നത് കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, ഈ ആന നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് നേരത്തെ ആനകളൊക്കെ കണ്ടിരുന്നില്ല, അങ്ങോട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ആനകളൊക്കെ ആ ഒരു ഭാഗത്തേക്കാനും കൊണ്ടുവന്നുണ്ടാവും. അവിടുന്ന് എന്താ ഒരു ആന വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വരുമ്പോഴത്തന്നെ തല പൊക്കി പിടിച്ച് വരുന്ന മാതിരി. എന്തായാലും ഇവിടെ ഇറക്കുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ എക്സ്പോ. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം 5 മണിയൊക്കെ ആവുന്നുണ്ടാവും ഈ എക്സ്പോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ മരണക്കിണറുണ്ട് അവിടെ, അതേപോലെ തന്നെ തോണി ഉണ്ടല്ലോ അതുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കാരും ഇതെല്ലാം സ്റ്റാർട്ട് ആവുന്നുണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വരാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ, നമ്മുടെ ചാലശ്ശേരി ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക്. എല്ലാ പ്രാവശ്യവും ഈ ഒരു പന്തൽ കണ്ടില്ലേ, ഇവിടെ ആനകൾ വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്പം എത്ര സമയമാണ്? എത്ര സമയം? ഇപ്പോൾ സമയം 11:44. ചിലപ്പോൾ ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഇനിയിപ്പോൾ ആനകൾ അവിടെ വരുമെന്ന് അറിയില്ല. ഇതുവരെ ആയിട്ട് അവിടെ ആനകളൊന്നും വന്നിട്ടില്ല. ഇതിവിടെ ഇപ്രാവശ്യം ഇവിടെ വരാൻ പോകുന്ന ആനകളാട്ടോ. അതിലതാ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ട്, അതേപോലെ തന്നെ അമ്പാടി ബാലൻ, പിന്നെ ഏതാ ശരണയ്യപ്പം നമ്മൾ വരുന്ന വയ്ക്കുന്നത്. ഊക്കൻസ് കുഞ്ചും ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് വർഷം ജനുവരിയിലായിട്ടാണ് ഊക്കൻസ് കുഞ്ചിനെ അവസാനമായിട്ട് കണ്ടത്. പിന്നെ കണ്ടിട്ടില്ല. ചിറക്കൽ കാളിദാസൻ ഉണ്ട്, പുതുപ്പള്ളി കേശവൻ ഉണ്ട്, പാമ്പാടി രാജനുണ്ട്, ഇതിദാനം വിഷ്ണുനാരായണൻ, മെയിനാട് വിനായകൻ, അങ്ങനെ ഒരുപാട് ആനകളുണ്ട്. ഇതാണ് നമ്മൾ ചാലശ്ശേരി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കടകളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈക്ക് കറക്റ്റ് ഫോർമാറ്റിൽ ലൈനായിട്ടാണ് എല്ലാ കടകളും കണ്ടോ. ആനകൾ ഇപ്രാവശ്യം ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും. ഇനി എനിക്കറിയില്ല, ഇവിടെ ഇത്രയും കടകൾ ഇങ്ങനെ നിർത്തിയ കാരണം
ഇത്രയും കടകൾ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ ആയ കാരണം ഇനി വേറെ എവിടേക്കും അറിയില്ല. ഇവിടെ തന്നെ ആയിരിക്കും, കാരണം അത്രയും ആനകൾ വരുന്ന ടൈമിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തുള്ളൂ. പിന്നുള്ളത് അവിടെയാണ്. അവിടെ ഇപ്പോൾ എക്സ്പോ ഉണ്ടല്ലോ, നമ്മൾ കാണിച്ചെന്നില്ലേ. ഓക്കെ ഗൈസ്, എന്തായാലും ഇനിയിപ്പോൾ രാവിലെ ഇതൊക്കെ തന്നെ പരിപാടികൾ ഉണ്ടാവുള്ളൂ. എന്തായാലും വൈകുന്നേരം ആയിട്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ 2-3 ആനകൾ വന്നിട്ടുള്ള ഒരു അപ്പുറത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു വരവൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഗൈസ്, എന്തായാലും ഇനി നമ്മളെ രാവിലത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഒരു പരിപാടി ഉണ്ടാവാൻ സാധ്യതയില്ല. ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ രാവിലെയുള്ള പരിപാടിയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മളിത് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. വൈകുന്നേരത്തെ വീഡിയോ വേണോ വേണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ. മിക്കവാറും ഉണ്ടാവില്ല, കാരണം ഒന്നല്ല നോമ്പായ കാരണമാണ്. സോ ഞാൻ മിക്കവാറും വീഡിയോ ഉണ്ടാവില്ല, സോറി. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എന്തായാലും ഞാൻ കുറേ നേരമായില്ല എന്തായാലും പറഞ്ഞു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.